ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ സ്വന്തം ബർത്ത്ഡേ ആണ്. വയസ്സ് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏർലി 30s എന്ന് മാത്രം ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ആലിയ ഭട്ടിൻ്റെ ആ ഒരു മിൽക്ക് കേക്ക് ഉണ്ടല്ലോ, അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് നമുക്ക് അത് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു മൊമെൻറ്റ്സ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. സോ അയാനും അത് കഴിഞ്ഞിട്ട് പിന്നെ ചോക്ലേറ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചോക്ലേറ്റ് കേക്ക് വാങ്ങിച്ചു. സോ ഈ ഒരു ആ ഒരു കേക്ക് ഷോപ്പിലത്തെ ആംബിയൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ അവിടെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ളത്. സോ നമ്മൾ അവിടെ പിന്നെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഈ പ്രായമാകും തോറും നമുക്ക് കുറച്ചുകൂടെ നമ്മളുടെ ഒരു സർക്കിൾ മാത്രം സെലിബ്രേറ്റ് ചെയ്യാനും അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ് എൻ്റെ ഒരു രീതി എന്ന് തോന്നുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വലിയ ബഹളങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. എൻ്റെ ആ സർക്കിൾ മാത്രം ഉണ്ടായാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഗോൾഡ് വള എടുക്കണമെന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു. സോ നമ്മളിവിടെ മലബാർ ഗോൾഡിൽ പോയി. മലബാർ ഗോൾഡിൽ പോയപ്പം അയാനൊക്കെ അവിടെ കുറേ നേരം ഓടിക്കളിച്ചു. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഗോൾഡ് എടുത്തിട്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് ഗൈസ്. സോ നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മൾ KFCയിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നായിരുന്നു. സോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അവിടുത്തെ അറേബ്യൻ ഹൗസ് കണ്ടത് കേട്ടോ. സോ അഫ്ഗാൻ ബ്രദേഴ്സ് കണ്ടത്. സോ അവിടെ നിന്ന് നമ്മൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മളവിടെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ആംബിയൻസ് നല്ല രസമാണ്. ഒരു പഴയ അറബിക് കൾച്ചറൊക്കെ ഉള്ള അങ്ങനത്തെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോ റൂം പോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ബേബീനെ അവിടെ ഇരുത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റും. അങ്ങനെ അവൻ അവിടെ കുറച്ച് നേരം കിടന്ന് കളിക്കുകയൊക്കെ ചെയ്തു. സോ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് നോക്കിയിട്ട് നമ്മൾ മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള വള ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, ഓരോ ബർത്ത്ഡേക്കും നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുമ്പം ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. എനിക്ക് കിട്ടാറുണ്ട്, നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയില്ല. സോ ഇതാണ് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള വള. അങ്ങനെ മീൻസ് എനിക്കിങ്ങനെ ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റണ പോലത്തെ ആയിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. സോ ഞാൻ അത് അപ്പോൾ തന്നെ എടുത്ത് കയ്യിലിട്ടു. അങ്ങനെ അപ്പോഴേക്കും അതൊക്കെ വളയൊക്കെ കാണിച്ചു, കുറച്ച് ഷോഫൊക്കെ കാണിച്ചപ്പോഴേക്കും നമ്മുടെ ബേബി അവിടെ കിടന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അയാനും അവിടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡ് വരാറുള്ള ടൈമായിട്ടോ. ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ നമ്മൾ ഫുഡ് വരുന്നത് മന്തിയായിരുന്നേ. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വയറിനൊക്കെ സെറ്റാക്കിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഹാപ്പിനെസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു, നമ്മൾ ഹാപ്പിനെസ് എപ്പോഴും നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ്. നമുക്കത് ആരും കൊണ്ടൊന്നും തരുമൊന്നുമില്ല എന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ ഒരു ജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു, അതൊക്കെ കഴിച്ചു. സോ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.